ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് സീ ഫീവർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ. നോക്കാം, ലെറ്റ്സ് റിവൈഡ് ആൻഡ് റിജോയ്സ്. അല്ലെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ സ്പീക്കർ ഇൻ ദ പോം? അല്ലെ, നമ്മുടെ സ്പീക്കർ ആരാന്നുള്ളത് വളരെ വ്യക്തമാണ്. അല്ലെ, നമ്മുടെ ഓതറിന്റെ ക്യാരക്ടർ എങ്ങനെയുള്ള ക്യാരക്ടർ ആയിരുന്നു? വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, വളരെ അങ്ങേയറ്റം സാഹസികമായിട്ടുള്ള ഒരു കടൽ യാത്ര ഇഷ്ടപ്പെടുന്ന ആളല്ലേ. അദ്ദേഹം ഇഷ്ടപ്പെടുന്ന കടൽ യാത്ര എങ്ങനെയായിരുന്നു? വളരെ ഭയാനകരമായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. അല്ലെ, നമ്മൾ കണ്ട ഓരോ ലൈനിലും അത് വ്യക്തമായിരുന്നു. ഇത്രയും ഭയാനകരമായിട്ടുള്ള ക്ലൈമറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്പീക്കർ ആരാന്നാണ് ചോദിച്ചത്. നോക്കാം, ദ സ്പീക്കർ ഇൻ ദ പോം ഇസ് ആൻ അഡ്വഞ്ചറസ് സെയിലർ ഹു ഡീപ്ലി ലവ്സ് ദ സീ. ആരാണ് നമ്മുടെ സ്പീക്കർ? വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാഹസികമായ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു സെയിലർ ആണ്. അല്ലെ, കപ്പൽ യാത്രികൻ. അല്ലെ, കപ്പൽ നാവികനാണ്. ഹു ഡീപ്ലി, അല്ലെങ്കിൽ കപ്പൽ യാത്രക്കാരനാണ്. ഹു ഡീപ്ലി ലവ്സ് ദ സീ, കടലിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന. അല്ലെ, കടലിനെ ഇത്രയും ഭയാനകരമായിട്ട് വർണ്ണിക്കാൻ ഇനി വേറൊരാൾക്കും കഴിയില്ല എന്ന് ആ കവിത വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അല്ലെ, നമ്മളൊക്കെ കടലിൽ കാറ്റടിക്കുന്നതും തിരമാല വന്നിട്ട് തിരിച്ചു പോകുന്നതൊക്കെ മനോഹരമായിട്ട് വർണ്ണിക്കാറുണ്ട്. അല്ലെ, പക്ഷെ അതിന് ഇത്രയും ഭയാനകരമായിട്ട് എന്നാലോ കേൾക്കുമ്പോൾ മനോഹരമായിട്ടും വർണ്ണിച്ചിട്ട് വേറൊരു റൈറ്ററും ഉണ്ടാവില്ല. അല്ലെ, സോ അദ്ദേഹം എന്താണ്? ആരാണ് നമ്മുടെ സ്പീക്കർ? ആൻ അഡ്വഞ്ചറസ് സെയിലർ ഹു ഡീപ്ലി ലവ്സ് ദ സീ. വളരെ അങ്ങേയറ്റം ആഴത്തിൽ കടലിനെ സ്നേഹിക്കുന്ന, വളരെ സാഹസികമായിട്ടുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു പാവം സെയിലർ ആണ്. അല്ലെ, നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിസയർ ഡസ് ദ സ്പീക്കർ എക്സ്പ്രസ്? അല്ലെ, അദ്ദേഹത്തിന്റെ ആഗ്രഹം അതെന്തായിരുന്നു? എന്താഗ്രഹമാണ് അദ്ദേഹം ഡീപ്പായിട്ട് ആ പോമില് റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് 2-3 തവണ. അല്ലെ, അപ്പൊ അദ്ദേഹം എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ എന്താഗ്രഹമാണ് അത് അദ്ദേഹം അതിലൂടെ എക്സ്പ്രസ് ചെയ്തത്, അപ്പൊ അദ്ദേഹം പ്രകടിപ്പിച്ചത് എന്നാണ് ചോദ്യം. നോക്കാം, ദ സ്പീക്കർ എക്സ്പ്രസ് എ സ്ട്രോങ് ഡിസയർ ടു ഗോ ബാക്ക് ടു ദ സീ ആൻഡ് സെയിൽ വൺസ് അഗെയിൻ. എന്താണ്? എനിക്ക് ഒരിക്കൽ കൂടെ, അല്ലെങ്കിൽ എനിക്ക് തിരിച്ചു മടങ്ങണം. എന്താണ്? എനിക്ക് ആ കടലിലോട്ട് തിരിച്ചു പോകണം. അല്ലെ, സ്ട്രോങ് ഡിസയർ ആയിരുന്നു. എന്ത്? ടു ബാക്ക് ടു ദ സീ. അല്ലെ, കടലിലോട്ട് തിരിച്ചു പോവുക. ആൻഡ് സെയിൽ വൺസ് അഗൈൻ, ഒരിക്കൽ കൂടെ കടൽ യാത്ര നടത്തുക. അല്ലെ, നോക്കാം. Next, question 3. Mention the things the speaker needs to fulfill his desire. അല്ലെ, എന്തെല്ലാം വസ്തുക്കളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് സ്പീക്കർക്ക് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ, അത് നിറവേറ്റാൻ വേണം എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. നമുക്ക് നോക്കാം. The speaker needs a tall ship. ഒരു വലിയ ടോൾ ഷിപ്പാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ആൻഡ് എ സ്റ്റാർ ടു സ്റ്റിയർ ഹെർ ബൈ ടു ഫുൾഫിൽ ഹിസ് ഡിസയർ. അതിനെ നിയന്ത്രിക്കാൻ, അതിനെ ഗൈഡ് ചെയ്യാൻ എന്ത് വേണം? ഒരു സ്റ്റാറും വേണം. അല്ലെ, ഒരു നക്ഷത്രത്തെയും വേണമെന്നാണ് അദ്ദേഹം പോമില് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നോക്കാം. ക്വസ്റ്റ്യൻ 4. Pick out the words and expressions that convey sensory experience in the first stanza. അല്ലെ, നമ്മൾ ഒരുപാട് വേർഡ്സുകളും ഒരുപാട് അടിപൊളിയായിട്ടുള്ള എക്സ്പ്രഷൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പാസേജുകൾ എല്ലാ സ്റ്റാൻസയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് സ്റ്റാൻസയിൽ കണ്ടിട്ടുള്ള ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സ്പ്രഷൻ ലൈക്സ് വീൽസ് കിക്ക്. അല്ലെ, വീൽസിലെ ആ ടയറുകൾ ഇങ്ങനെ പോകുമ്പോ, കപ്പലിൽ പോകുമ്പോ അതിന്മ ഈ ഭയാനകരമായിട്ടുള്ള ടൈഡൊക്കെ തട്ടിയിട്ടുണ്ടാവുന്ന ഒരു ശബ്ദം, കാറ്റും ടൈഡൊക്കെ തട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം വിൻഡ് സോങ്. അല്ലെ, കാറ്റിന്റെ അലയടിക്കുന്ന കാറ്റിന്റെ പാട്ട് കേട്ടോ. ആൻഡ് വൈറ്റ് സെൽ ഷേക്കിംഗ്. അല്ലെ, ആ ഒരു ഈ പറഞ്ഞ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ക്ലൈമറ്റിൽ ഇങ്ങനെ ആഞ്ഞടിച്ച് വീശുന്ന ഈ ക്ലൈമറ്റില് അദ്ദേഹത്തിന്റെ ആ കപ്പലിൽ ഉണ്ടാവുന്ന ആ വൈറ്റ് തുണി ഉണ്ടല്ലോ, അതിനാണ് ഈ വൈറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. അല്ലെ, അതൊരു ചെറിയ വൈറ്റ് തുണി ഉണ്ടാവും, ഇങ്ങനെ ചെരിച്ചിങ്ങനെ കെട്ടിയിരിക്കുന്നത്. അതിങ്ങനെ ഷേക്ക് ചെയ്യുന്നുണ്ട്, ആടിയിട്ട് ഇങ്ങോട്ടും ഷേക്ക് ആവുന്നുണ്ട്. ദ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ്. എന്താണ്? കടലിന്റെ മുഖത്തുണ്ടാവുന്ന ഗ്രേ കളറിൽ നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞ്. ഓക്കെ. ആൻഡ് ദ ഗ്രേ ഡോൺ ബ്രേക്കിംഗ്. അല്ലെ, രാവിലെ പൊട്ടിപ്പുറപ്പെടുന്ന ആ സൂര്യന്റെ പ്രകാശം. അല്ലെ, ഇത്രയും കാര്യങ്ങൾ കൺവേ ദ സെൻസറി എക്സ്പീരിയൻസ് ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ. അല്ലെ, ഫസ്റ്റ് സ്റ്റാൻസയിലുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അല്ലെ, സെൻസറി എക്സ്പീരിയൻസ് ആണ് ഇതിലൊക്കെ നമുക്ക് കിട്ടുന്നത്. Why does the speaker want to go with the sea? എന്തുകൊണ്ടാണ് സ്പീക്കർക്ക് തിരിച്ചു വീണ്ടും കടലിലോട്ട് പോകണമെന്ന് അദ്ദേഹം പറയുന്നത്?
നോക്കാം. The speaker wants to go back to the sea because he cannot deny the wild and the clear call of the running ride, which is irresistible. Moreover, being an adventurous sailor, he has a deep desire for the sea. അല്ലെ, എന്താണ്, അദ്ദേഹത്തിന് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തെ റണ്ണിങ് ടൈഡ് അല്ലെ, ഓടുന്ന തിരമാലകൾ അദ്ദേഹത്തെ വിളിക്കുകയാണ്. അതും എങ്ങനെയുള്ള വിളിയാണ്? വളരെ ഷാർപ്പ് ആൻഡ് ക്ലിയർ ആൻഡ് വൈൽഡ്, ഭീകരമായതും ഷാർപ്പും കീനുമായിട്ടുള്ള ആ വിളി, ആ കടലിന്റെ തിരമാലകളുടെ വിളി അല്ലെ, അത് അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് അല്ലെ. അത് മാത്രമല്ല, അദ്ദേഹം എന്താണ്, ഇസ് അഡ്വഞ്ചറസ് സെയിലർ, ഹി ഹാസ് ടു ഡീപ് ഡിസയർ ഫോർ സീ അല്ലെ. അദ്ദേഹം ഒരു കടൽ സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, കടലിലൂടെയുള്ള അത്രത്തോളം കടലിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതുകൊണ്ടെല്ലാമാണ് അദ്ദേഹത്തിന് ആ ഒരു വിളിയെ നിഷേധിക്കാൻ കഴിയാത്തത്. ഓക്കെ, നോക്കാം. ദെൻ What climate does the sailor prefer for the voyage? അല്ലെ, ഏത് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ് അദ്ദേഹത്തിന്റെ യാത്രക്ക് വേണ്ടിയിട്ട് സെയിലർ തെരഞ്ഞെടുത്തിട്ടുള്ളത്? നോക്കാം. The sailor prefer ചെയ്തിട്ടുള്ളത് for the voyage a windy day with cloud flying. അല്ലെ, വലിയ വല്ലാത്തൊരു ക്ലൈമറ്റ് തന്നെയാണ് അല്ലെ. കൊടുങ്കാറ്റ് പോലത്തെ കാറ്റടിക്കുക അല്ലെ, നല്ല സ്ട്രോങ് കാറ്റടിക്കുക. എങ്ങനെ? വൈറ്റ് ക്ലൗഡ് ഫ്ലൈ, ആ കാറ്റിന്റെ സ്ട്രോങ്ങില് വെള്ള മേഘങ്ങളൊക്കെ പറക്കുന്നുണ്ട്. അത്രയും നല്ല സ്ട്രോങ് കാറ്റടിക്കുന്ന ഒരു ക്ലൈമറ്റ് ആണ് അദ്ദേഹം തെരഞ്ഞെടുത്തിട്ടുള്ളത്. Then 7th, why does the poet compare the wind to whetted knife? അല്ലെ, അതേ കാറ്റിനെ മൂർച്ച ആക്കിയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല മൂർച്ചയേറിയ ഒരു കത്തിയായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് കാറ്റിനെ. എങ്ങനെ, എന്തുകൊണ്ട് നമുക്ക് നോക്കാം. The poet compared the wind to whetted knife to show the intensity and sharp കട്ടിങ് ഫീൽ ഓഫ് ദ വിൻഡ് അല്ലെ. കാറ്റിന്റെ ചില കാറ്റൊക്കെ അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ തെറിച്ചു പോകും അല്ലെ. അതേപോലെ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാറ്റും. അത്ര മൂർച്ചയേറിയ കാറ്റാണ്, അതാണ് ആ ഉദ്ദേശം. ഇന്റൻസിറ്റി, ആ ആഴവും ഷാർപ്പും എല്ലാം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് യൂസ് ചെയ്തത്? വെറ്റഡ് നൈഫ് അല്ലെ, മൂർച്ചയേറിയ കത്തി പോലെ തന്നെ മൂർച്ചയേറിയ ഒരു കാറ്റ്. ആ കാറ്റിന്റെ ശക്തി അത്രയും, നല്ല മൂർച്ചയേറിയ കത്തിക്ക് ഉണ്ടാവുന്ന അത്രയും ഷാർപ്പ് ഉണ്ടല്ലോ, അത്രയും ഷാർപ്പ് എന്തുണ്ട്, ആ ഒരു സ്ട്രോങ് എന്തുണ്ട് ആ ഒരു കാറ്റിനുണ്ട്. അതുകൊണ്ടാണ് അത് രണ്ടും തമ്മിൽ അദ്ദേഹം കമ്പയർ ചെയ്തത്. Then 8th question, how does the speaker wish his journey to end? അല്ലെ, അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ യാത്ര അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അല്ലെ. ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാറ്റും കൊടുങ്കാറ്റും ഇളകി മറയുന്ന ആ ഡേഞ്ചറസും അഡ്വഞ്ചറസും ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ജേണി എങ്ങനെ അവസാനിപ്പിക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. The speaker wishes his journey to end peacefully with a quiet sleep and a sweet dreams. അല്ലെ, വളരെ ശാന്തമായ ഒരു ഉറക്കവും നല്ല മനോഹരമായിട്ടുള്ള സ്വപ്നത്തോടു കൂടിയിട്ടുള്ള ശാന്തമായ ഒരു ഉറക്കമാണ് ഈ ഒരു യാത്രക്ക് ശേഷം അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ക്ലിയർ? The 9th question, how does the poem explore the idea of the clear call mentioned in the second stanza? അല്ലെ, ക്ലിയർ കോൾ എന്നാല് അത് എന്നെ കടൽ എങ്ങനെയാണ്, അല്ലെ തിരുമാലകൾ എങ്ങനെ വിളിക്കുന്നത്? ക്ലിയർ കോൾ ആയിട്ടാണ് വിളിക്കുന്നത് എന്ന് പോയതിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ഈ ഐഡിയ എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. The speaker cannot easily resist the clear call of the tide. അല്ലെ, ഒരിക്കലും അതിന് നോ പറയാനോ എതിർക്കാനോ എന്ത് കഴിയില്ല, സ്പീക്കർക്ക് കഴിയില്ല. ടൈഡിന്റെ തിരമാലകളുടെ ആ വിളിയെ നിഷേധിക്കാൻ ഒരിക്കലും സ്പീക്കർക്ക് സാധിക്കില്ല. The sea exerts an irresistible influence on him as if he is being drawn back to the sea by some unknown force. അല്ലെ, ആ ഒരു വിളി, ആ ഒരു ഭയാനകരമായിട്ടുള്ള ആ ഒരു വിളി, ആ ക്ലിയർ ആയിട്ടുള്ള വിളി ഒരിക്കലും അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയില്ല. കാരണം മറ്റെന്തോ ഒരു അമാനുഷികമായിട്ടുള്ള ഒരു ഫോഴ്സ് തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, കടലിലോട്ട് നയിക്കുന്നുണ്ട്. അത്രയും വലിയൊരു വിളിയാണ് അവിടുന്ന് വരുന്നത്. അദ്ദേഹത്തിന് അതൊരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ആഴത്തിലുള്ള ഒരു എന്തോ ഒരു കാര്യം അദ്ദേഹത്തെ ആ ഇതിലോട്ട്, അത് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് കേട്ടോ. അഡ്വഞ്ചറസ് ജേണിയോടും കടലിനോടുമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അൺനോൺ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തെ കടലിലോട്ട് നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും അത് നിഷേധിക്കാൻ കഴിയില്ല. അപ്പൊ ക്ലിയർ കോൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അതാണ് കേട്ടോ.
വാട്ട് ഡസ് ദ സ്പീക്കർ ലൈക്ക് അബൌട്ട് ദ വാഗ്രന്റ് ജിപ്സി ലൈഫ്? അല്ലെ, എന്താണ് സ്പീക്കർ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നാടോടികളുടെ ലൈഫ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? ദ സ്പീക്കർ ലൈക്സ് എ ഫ്രീ സ്പിരിറ്റഡ്, അല്ലെ, ചില ആളുകൾ ഇങ്ങനെയാണ് അല്ലെ, ഫ്രീ സ്പിരിറ്റ് ആയി. ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ ഉണ്ട് അല്ലെ, വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുന്നിട്ട് അങ്ങനെ യാത്രകൾ ചെയ്യും, ഒരു ഫ്രീ മൈൻഡഡ് ആയിട്ട് ഫ്രീ സ്പിരിറ്റഡ് ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. ബാധ്യതകളില്ല, വിളികളില്ല, ചിലപ്പോൾ വീട്ടിലോട്ടുള്ള വിളിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും ചില ആളുകൾ അല്ലെ. An adventurous and unpredictable life free from all burdens of every life, അല്ലെ. ബർഡൻസ് പറഞ്ഞാൽ എന്താ, നമ്മുടെ എവറി ഡേ, നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഭാരങ്ങളിൽ നിന്നും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ലൈഫിൽ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ലൈഫ്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്? വാഗ്രന്റ് ജിപ്സി ലൈഫ് എന്ന് പറഞ്ഞത് അല്ലെ. ആ നാടോടികളുടെ ലൈഫ് അങ്ങനെയാണ് അല്ലെ, അവർ പ്രതീക്ഷിക്കാത്ത ലൈഫാ. ചിലപ്പോ ഇന്ന് ഇവിടെ കാണും, പിന്നെ അവിടുന്ന് ബസ് കയറിയിട്ട് എവിടെയാണോ ടെന്റ് കെട്ടാൻ പറ്റുന്നത് അവിടെ പോയി താമസിക്കും അല്ലെ. പിന്നെ വേറെ കുറെ കാലം അങ്ങനെ നടക്കും. പിന്നെ അവർക്ക് അവിടെ വലിയൊരു വരുമാനം ഇല്ല എന്ന് തോന്നുമ്പോൾ അവർ അടുത്ത സ്ഥലത്തോട്ട് പോകും, അവിടെ താമസിക്കും. അങ്ങനെ ഫ്രീ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അല്ലെ. Then activity 1. How does the poem highlight the theme of the friendship and shared experience? How does the poem highlight the theme of the friendship and shared experience? Sharing ആയിട്ടുള്ള എക്സ്പീരിയൻസ്, നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെ, ബന്ധങ്ങളായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബന്ധത്തിന്റെയും ഷെയർഡ് എക്സ്പീരിയൻസിനെയൊക്കെ എങ്ങനെയാണ് ഈ പോമിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അത് എങ്ങനെയാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്? The poem highlights the theme of the friendship and the shared experience as a speaker wishes to hear a merry yarn from a laughing fellow rover. അല്ലെ, വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിന് ആര് വേണം ആ യാത്രയിൽ. അദ്ദേഹം എന്താഗ്രഹിക്കുന്നുണ്ട്? ഒരു സഹയാത്രികൻ. എങ്ങനെയുള്ള അദ്ദേഹത്തിന് കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത്, സാഹസിക കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത്, പൊട്ടിച്ചിരിപ്പിക്കുന്ന വളരെ തമാശ നിറഞ്ഞ കഥകളൊക്കെ, കൊച്ചു കൊച്ചു കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു യാത്രക്കാരൻ അല്ലെ, സഹസൈലിയറും കൂടെ അദ്ദേഹം ആ യാത്രയിൽ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. അതെന്താണ്? ഒരു ഫ്രണ്ട്ഷിപ്പിന്റെയും ഒരു ഷെയർഡ് എക്സ്പീരിയൻസും ആണ് അതിൽ കാണിക്കുന്നത് അല്ലെ. ദ ഫെലോ സെയിലർ ഹാവ് മെനി അഡ്വഞ്ചറസ് സ്റ്റോറീസ് ടു ഷെയർ അല്ലെ. കൂടെയുള്ള ആൾക്ക് എന്തുണ്ടാവണം? ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കഥകൾ പറയാനുണ്ടാവണം. ഓഫർ റിഫ്ലക്ടിങ് ദ ചാലഞ്ചസ് ആൻഡ് ജോയ്സ് ദേ ഫേസ് ടുഗദർ അറ്റ് സീ അല്ലെ. ചിലപ്പോൾ അവര് ഒരുമിച്ച് പോയപ്പോൾ ഉണ്ടായിരുന്ന ചലഞ്ചസുകളും അവരത് ഫേസ് ചെയ്ത സന്തോഷവും ഒക്കെ പറയാനുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ സാഹസിക യാത്രകൾ നടത്തിയപ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അയാൾക്ക്, അത് പറഞ്ഞ് പൊട്ടിച്ചിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. Then activity 2. Pick out words and expressions from the poem that portray the poet's longing for the liberating life of the sea and his sense of adventure. അല്ലെ, ഈ ഒരു പോമിലെ പല വേർഡ്സുകളും അദ്ദേഹത്തിന്റെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജീവിതവും കടലിനോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടവും അദ്ദേഹത്തിന്റെ ആ ഒരു മൊത്തത്തിലുള്ള അദ്ദേഹത്തിന്റെ ലൈഫ് വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ ആ ഫ്രീ മൈൻഡഡ് ആയിട്ട് കടലിലൂടെ ഇങ്ങനെ ഡേഞ്ചറസ് ആയിട്ട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേണി ഇഷ്ടപ്പെടുന്ന ഒരുപാട് എക്സ്പ്രഷൻസ് കവിതകളിലുണ്ട് അല്ലെ. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ഒന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാടുണ്ട് കേട്ടോ, നോക്കാം. I must go down to the seas again. ഇത് ഒന്നാമത്തെ പോയിന്റ് അല്ലെ. എനിക്ക് ഒരിക്കൽ കൂടെ ആ കടലിലോട്ട് തിരിച്ചു പോകണം, മസ്റ്റാണ് പറയുന്നത് അല്ലെ, തിരിച്ചു പോകണം. എക്സ്പ്രസ് ദ സ്പീക്കർ സ്ട്രോങ് ഡിസയർ ടു ഗോ ബാക്ക് ടു ദ അഡ്വഞ്ചേഴ്സ് അറ്റ് ദ സീ. ഇവിടെ തന്നെ നമുക്ക് എന്ത് കാണാൻ കഴിയും? അദ്ദേഹത്തിന്റെ സ്ട്രോങ് ഡിസയർ ഉണ്ട് അല്ലെ, കടലിലോട്ട് തിരിച്ചു പോകാനുള്ള അദ്ദേഹത്തിന്റെ അതിയായ ആഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം, അടുത്തൊരു വേർഡ്സ് നോക്കാം. ദ ലോങ്ലി സീ ആൻഡ് ദ സ്കൈ അല്ലെ, ഒറ്റപ്പെട്ട് കിടക്കുന്ന, ആകാശത്താൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ ഒരു കടൽ ഹൈലൈറ്റ്സ് ദ സ്പിരിറ്റ് ഓഫ് ദ ഫേസിങ് ചാലഞ്ചസ്. ആ ഒരൊറ്റ അങ്ങനെ തനിച്ച് ആഘാതമായിട്ട് ഒറ്റപ്പെട്ട് ആകാശത്താൽ കിടക്കുന്ന ആ കടലിലോട്ട് പോവാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചാലഞ്ചിങ് മൈൻഡാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ.
Then third one, a tall ship and stars to steer her by. അല്ലെ അതിൽ പറയുന്നുണ്ട് എനിക്ക് വേണ്ടത് ഒരു വലിയ ഷിപ്പും അതിനെ ഗൈഡ് ചെയ്യാൻ എനിക്കൊരു സ്റ്റാറും മാത്രം മതി എന്നാണ് അല്ലെ. Portrays the adventurous task of the speaker who navigates the ship by the guidance of the pole star. അല്ലെ പോൾ സ്റ്റാറുകളൊക്കെ വെച്ചിട്ട് ഗൈഡ് ചെയ്ത് പോകുന്നാറുണ്ട് ആളുകൾ. പണ്ടൊക്കെ ഷിപ്പിൽ അങ്ങനെയൊക്കെ തന്നെയാണ് പോവാറുള്ളത് അല്ലെ. അപ്പൊ അതാണ് അവിടെ കാണിക്കുന്നത്. Then അടുത്തത് fourth one, the wheels squeak. വീൽസിന്റെ ശബ്ദം, wind song അല്ലെ കാറ്റുകളുടെ പാട്ട്, the white sail shaking അല്ലെ അതിങ്ങനെ ഷേക്ക് ചെയ്യുക. ഇത് മൂന്നും എക്സ്പ്രസ് ചെയ്യുന്നത് convey the challenging task of the sailor who skillfully navigates his ship through rough seas on windy days. അല്ലെ ഭയാനകരമായിട്ടുള്ള കാറ്റിലൂടെ തന്റെ ഷിപ്പ് വളരെ ഉഷാറായിട്ട് ഓടിച്ചു കൊണ്ടുപോകാനും ചലഞ്ച് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു സെയിലറുടെ ചലഞ്ചിങ് മൈൻഡാണ് ഈ ഒരു ലൈൻസിലൂടെ അല്ലെങ്കിൽ ഈ വേർഡ്സിലൂടെ കാണുന്നത്. Then grey mist on the sea's face and the grey dawn breaking. അല്ലെ മഞ്ഞിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉപരിതലവും അതേപോലെ തന്നെ പൊട്ടിപ്പുറപ്പെടുന്ന അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ് ആ മഞ്ഞ് കൂട്ടത്തിന്റെ ഇടയിലൂടെ അങ്ങേയറ്റത്ത് പൊട്ടിപ്പുറപ്പെട്ട് വരുന്ന നമ്മുടെ രാവിലെ പ്രകാശം വരുമല്ലോ അല്ലെ സൂര്യപ്രകാശം അതിനെയാണ് പറയുന്നത് കേട്ടോ. Then indicate the challenging and unfavorable weather the sailor encounter at sea. അല്ലെ അതേ എന്താണ് അവിടെ ആഗ്രഹിക്കുന്നത് ചാലഞ്ചിങ് ആണ് അല്ലെ കടലിൽ വെച്ചിട്ട് ഒരിക്കലും എന്താ പറയാ ഒരു ഫേവറബിൾ അല്ലാത്ത രീതിയിലുള്ള ഒരു കാലാവസ്ഥ വരികയും അതിലൂടെ അദ്ദേഹം വളരെ ഉഷാറായിട്ട് കടലിലൂടെ സാഹസികമായി യാത്ര ചെയ്ത് പോകുന്നതൊക്കെയാണ് ഇതിലൂടെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നത്. ക്ലിയർ? കോൾ ഓഫ് ദ റണ്ണിങ് ടൈഡ് അല്ലെ എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്ന തിരമാലകളുടെ വിളിയെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല നിഷേധിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. റെപ്രസെന്റ് ദ ഇറസിസ്റ്റബിൾ അട്രാക്ഷൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ദ സീ ഓൺ ദ സ്പീക്കർ അല്ലെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ആ കടലിനോട് അദ്ദേഹത്തിന് നോ പറയാൻ കഴിയാത്ത അത്രയും ആയത്തിലുള്ള എന്തോ ഒരു ശക്തി അവിടെ നിന്ന് അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മൈൻഡിൽ എന്തുണ്ട് അതിയായ കടലിനോടുള്ള ആ ഒരു ഡീപ്പ് ലവ് അവിടെ നമുക്ക് വ്യക്തമായിട്ടും കാണാം അല്ലെ. Then windy day with the white clouds flying. എന്താണ് വിൻഡി ഡേ വിത്ത് ക്ലൗഡ്സ് എന്താണ് കാറ്റിലെ അതിയായ കാറ്റുള്ള ഒരു ദിവസം ആകാശത്തെ കാറ്റിന്റെ ശക്തി കൊണ്ട് വൈറ്റ് ക്ലൗഡ്സ് വെള്ളമേഘങ്ങളൊക്കെ ഇങ്ങനെ പാറിപ്പോകുന്നുണ്ട് അല്ലെ. Suggests the extremely dangerous yet adventurous weather conditions for sailing. അല്ലെ അത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയെ അദ്ദേഹം ആഗ്രഹിക്കുന്ന ആ ഡേഞ്ചറസ് ആയിട്ടുള്ള കാലാവസ്ഥയാണ് അതിലൂടെ കാണിക്കുന്നത് അല്ലെ. ഇങ്ങനെ ഓരോ ലൈനിലും വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്പീക്കറെ നമുക്ക് വ്യക്തമായിട്ടും കാണുന്നതാണ് അല്ലെ. അദ്ദേഹത്തോടെ കടലിനോടുള്ള അതിയായ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം, കടൽ യാത്രയോടുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹവും അത് നിസ്സാര വെറുതെ വരുന്ന കടൽ യാത്രയല്ല, വളരെ സാഹസികതയിലൂടെയൊക്കെ കടലിലൂടെ യാത്ര ചെയ്ത് തിരിച്ചു വരാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ അത് ഇപ്പോൾ കംപ്ലീറ്റ് നമുക്ക് കാണാൻ സാധിക്കും. The eighth one, the flung spray and the brown sperm and the seagulls crying. അല്ലെ എന്താണ് മക്കളെ പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖത്തോട്ടോ ശരീരത്തിലോട്ടൊക്കെ ഇങ്ങനെ നുരയും പതയും ഇങ്ങനെ വന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന പോലെ കിട്ടണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കടൽക്കാക്കകളുടെ കരച്ചിലൊക്കെ ഇങ്ങനെ കേൾക്കണം. അത്രയും ശക്തമാണ് അല്ലെ. ഹൈലൈറ്റ്സ് എ യൂണിക് ആൻഡ് ദ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഓഫ് ദ സ്പീക്കർ അറ്റ് സീ. അല്ലെ അദ്ദേഹം അനുഭവിക്കുന്ന ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ വരിയിലൂടെ കാണുന്നത് കേട്ടോ. Then the vagrant gypsy life അല്ലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നാടോടികളുടെ ജീവിതം. Represent the free spirited wandering and unpredictable lives of the speaker wants to have. അല്ലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളരെ ഫ്രീ മൈൻഡഡ് ആയിട്ടുള്ള ലൈഫ് ആഗ്രഹിക്കുന്ന സ്പീക്കറുടെ മൈൻഡ് നമുക്ക് വ്യക്തമായിട്ട് ഈ ഒരു വേർഡ്സിലൂടെ അറിയാൻ കഴിയും. ഓക്കെ. Then 10th, a merry yarn from the laughing fellow rover. അല്ലെ വളരെ തമാശകളൊക്കെ ചെറിയ തമാശ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്ന ചിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫെലോ കൂട്ടുകാരനെയും അദ്ദേഹം ആഗ്രഹിക്കുന്നു. Suggests the bond of the companionship and the shared experience of sailor in adventurous actions at the sea. കടലിലൊക്കെ പോകുന്നവർ അധികം വേറെ നാട്ടിലത്തെ തമാശ ഒന്നും പറഞ്ഞിരിക്കില്ല. അവരെന്ത് ചെയ്യും, അവർ കടലിലൊക്കെ പോയപ്പോൾ ഉണ്ടായിരുന്ന അഡ്വഞ്ചറസ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിയെയും അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നു. Quiet sleep and sweet dream when the long treks over. അല്ലെ കടലിലൂടെ എല്ലാ സാഹസിക യാത്രക്ക്
വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു നല്ല സുഖസുന്ദരമായിട്ട് സ്വപ്നം കണ്ടിട്ടുള്ള നല്ലൊരു ഉറക്കം അല്ലെ. റിഫ്ലക്ട് ദ സെൻസ് ഓഫ് ദ ഫുൾഫിൽമെന്റ് ആൻഡ് ജോയ് ദ സ്പീക്കർ ഫീൽസ് ആഫ്റ്റർ ദ കംപ്ലീറ്റിംഗ് ഹിസ് അഡ്വഞ്ചറസ് ജേർണി. അതുകൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണും വളരെ സാഹസികമായിട്ടുള്ള ഒരു യാത്ര കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ ആ സന്തോഷവും എന്തോ ഒരു വലിയ യാത്ര കഴിഞ്ഞ് വന്നിട്ട് നല്ല ഹാപ്പി ആയിട്ട് സ്വപ്നം കണ്ട് കിടന്നുറങ്ങുക. ആ യാത്ര അഡ്വഞ്ചേഴ്സ് ജേർണി ഫുൾഫിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ജോയ്, ആ ഹാപ്പിനെസ് ആണ് അദ്ദേഹത്തെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഉറക്കം കൊടുക്കുന്നത്. ക്ലിയർ? Then activity. Imagine you are in a hot air balloon carrying images from the poem Sea Fever. Fly up and adorn the clouds with appropriate imagery from the poem. അല്ലെ, ഒന്നുമില്ല മക്കളെ, സീ ഫീവറിലെ ഇമാജിനറി ഇങ്ങനെ ഒരു ബലൂണിന്റെ 4 ഇതിലായിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സീ ഫീവറിൽ ഒരുപാട് ഇമാജിനറി ഉണ്ട്. മെറ്റാഫിയർ ഇമാജിനറി ഒക്കെ നമ്മൾ ഒരുപാട് പഠിച്ചു അല്ലെ. സിമിലി, മെറ്റാഫിയർ, ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ, ഇവിടെ ഒരു ബലൂണിന്റെ രൂപത്തിലുണ്ട് അല്ലെ, ഹോട്ടർ ബലൂൺ ഉണ്ട് അല്ലെ, അതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ. നോക്കാം ഇമേജിനറി കേട്ടോ. നമ്മുടെ സീ ഫീവറിലെ ഇമേജിനറികളാണ്. വിഷ്വൽ ഇമേജസ് ആൻഡ് ദ ലോങ്ലി സീ ആൻഡ് ദ സ്കൈ അല്ലെ. ആദ്യം നമുക്ക് വിഷ്വൽ ഇമേജ് നോക്കാം. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാണുകയാണല്ലോ മക്കളെ. ഈ കവിത കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ വന്നിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന് ദ ലോങ്ലി സീ ആൻഡ് ദ സ്കൈ അല്ലെ. അങ്ങനെ ആകാശം ഇങ്ങനെ നിറയെ ആകാശം, താഴത്തെ നില അടിപൊളിയായിട്ട് ഒറ്റക്ക് നിൽക്കുന്നൊരു കടൽ നിങ്ങളുടെ കണ്ണിൽ വന്നില്ലേ. സോ ദാറ്റ് ഇസ് എ വിഷ്വൽ ഇമേജ്. ദെൻ വൈറ്റ് സെൽ ഷേക്കിംഗ് അല്ലെ. നിങ്ങളെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ആ പിക്ചർ വന്നിട്ടുണ്ട്. ആ ഒരു കപ്പലിന് ഇങ്ങനെ ആടിയിലെയുന്ന ആ ഒരു ചെറിയ ആ ഒരു ഷീറ്റ് നിങ്ങളുടെ മനസ്സിൽ വന്നു അല്ലെ. ഗ്രേ മിസ്റ്റ് അല്ലെ, മഞ്ഞ് അല്ലെ, മഞ്ഞ് നല്ല ഗ്രേ കളറിൽ മഞ്ഞ് നിറഞ്ഞു നിൽക്കുക അല്ലെ, അത് മൈൻഡിൽ വരും. ഗ്രേ ഡോൺ വൈറ്റ് ക്ലൗഡ് ഇൻ ഫ്ലൈയിങ് അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഗ്രേ ഡോൺ വരാറുണ്ട് അല്ലെ. രാവിലെ നമ്മളിങ്ങനെ പൊട്ടി പുറപ്പെട്ട് വരുന്ന സൂര്യന്റെ ആ പ്രകാശം അല്ലെ, അത് നമ്മുടെ മൈൻഡിലോട്ട് വന്നല്ലോ. അതുപോലെ വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈയിലെ ആകാശത്ത് ഇങ്ങനെ നല്ല പഞ്ഞി പോലത്തെ മേഘങ്ങൾ നമ്മുടെ മൈൻഡിൽ വരും. അതിങ്ങനെ നീങ്ങി നീങ്ങി സ്ട്രോങ്ങിന് നീങ്ങി പോകുന്ന ഒരു പിക്ചർ നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ് മക്കളെ, ഇതൊക്കെ വിഷ്വൽ ഇമേജ് ആണ് അല്ലെ. ഇതിനടുത്ത് നമുക്ക് ഓഡിറ്ററി നമുക്ക് വല്ലതും കേൾക്കാൻ കഴിയുന്നുണ്ടോ? ആ പോം വായിച്ചപ്പോ നിങ്ങളുടെ ചെവിയിലൂടെ എന്തൊക്കെയാ നിങ്ങൾ കേട്ടത്? മെറിയാൻ അല്ലെ, അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആക്കണിരുന്ന് തമാശ പറയുമ്പോ പൊട്ടിച്ചിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഓക്കെ. ദെൻ വിൻ സോങ് അല്ലെ, കാറ്റിന്റെ പാട്ട്. കാറ്റിൽ ആഞ്ഞടിക്കുമ്പോൾ നമ്മളൊക്കെ കാറ്റിന്റെ ശബ്ദം നമ്മളും കേൾക്കാറുണ്ട് അല്ലെ. കാറ്റിന്റെ ശബ്ദം കേട്ട് നമ്മൾ പറയും നല്ല കാറ്റടിക്കുന്നുണ്ട് അറിയില്ലേ. ഓക്കെ. ദെൻ സീഗൾസ് ക്രൈയിങ്, ദാ കടൽക്കാക്കകൾ കരയുന്നു. കാക്കളുടെ അല്ലറി കരച്ചില് നമുക്ക് കേൾക്കാം അല്ലെ. കാലാവസ്ഥ മോശമാകുമ്പോ കടൽക്കാക്കകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത്. കാരണം അവര് അലറി കരയുന്ന പോലെ നമുക്ക് തോന്നും അല്ലെ. ഫെലോ റോവർ ലോഫിംഗ് അല്ലെ, കൂടെയുള്ള ആളുടെ എന്താ പറയാ തമാശകളൊക്കെ. ഓക്കെ. ദെൻ ടാക്റ്റിൽ ഇമേജസ് അല്ലെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കാം മക്കളെ. നോക്കാം. ഫ്ലൈങ് സ്പ്രേ നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. ഫ്ലൈങ് സ്പ്രേ ഉണ്ട് അല്ലെ. ഫ്ലൈങ് സ്പ്രേ എന്തൊക്കെയായിരുന്നു? ആ നുരയും പതയൊക്കെ നമ്മുടെ മുകളിലോട്ട് സ്പ്രേ അടിക്കുമ്പോൾ, ഇപ്പൊ നിങ്ങളുടെ സ്കിന്നിലോട്ട് സ്പ്രേ അടിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഫീൽ ചെയ്യുന്നില്ല? ആ നുരയും പതയൊക്കെ നമ്മളിങ്ങനെ ബീച്ചിലൊക്കെ പോയിട്ട് നിന്നിട്ട് നമ്മുടെ കാലിലോട്ട് വന്നിട്ട് ഇങ്ങനെ തടിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ കിട്ടും. ദെൻ ദ വീൽസ് കിക്ക് അല്ലെ, ഈ ടയറുകൾ ഇങ്ങനെ ചെറിയ ചെറിയ ശബ്ദം ഉണ്ടാക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതും കിട്ടും. ദെൻ ബ്ലോൺ സ്കിൻ, ഞാൻ പറഞ്ഞ പോലെ നുരയും പതയുടെ ആ ഒരു ഫീലിങ്. വെറ്റഡ് നൈഫ് ലൈക്ക് വിൻഡ് അല്ലെ, കത്തിയുടെ മൂർച്ചേറിയ ആ കാറ്റിന്റെ ശക്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും അത് അത്ര ആ സ്ട്രോങ് ഉള്ള കാറ്റ് നമുക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. ക്ലിയർ? അപ്പൊ ഇത്രയും മേജറുകളാണ് ഉള്ളത് കേട്ടോ. Then activity, another activity. In the poem Sea Fever, poetic devices contribute greatly to the effectiveness of the poem. They reflect the speaker's deep desire for the adventure of the sea. സ്വാഭാവികമാണ്, ഇതിൽ ഒരുപാട് പോയറ്റിക് ഡിവൈസസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ പോമിന് അത് വേറെ ലെവലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലെ. ഈ പോമിന്റെ ഗ്രേറ്റ്നെസ് അതിന് വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോകാൻ ഈ പോയറ്റിക് ഡിവൈസസുകൾ സഹായിക്കുന്നുണ്ട്. എക്സ്പെഷ്യലി നമ്മുടെ റൈറ്ററുടെ ആ ഒരു
അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേണി എത്രത്തോളം ഇഷ്ടപ്പെടുന്ന നമുക്ക് ആ വരികളിലൂടെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം യൂസ് ചെയ്യുന്ന യാത്ര അത് എത്രത്തോളം അഡ്വഞ്ചറസ് ആണ് എന്നുള്ളത്, ആ ഡേഞ്ചറസ് ആയിട്ടുള്ള ക്ലൈമറ്റും കാര്യങ്ങളും കടലിലെ പല പല കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മക്കളെ അത് പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ മൊത്തത്തിൽ യൂസ് ചെയ്ത് കുറച്ച് പോയറ്റിക് ഡിവൈസുകൾ ഇവിടെ താഴത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ ഈ പോം, ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട. പിന്നെ എന്താണ് അതിന്റെ അപ്രിസിയേഷൻ ചെയ്താൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല അല്ലെ. വിഷ്വൽ ഇമേജുകൾ നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. പേഴ്സണിഫിക്കേഷൻസ് ഉണ്ട് അല്ലെ, മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ ഈ മറ്റുള്ളവർക്ക് കൊടുക്കുക അല്ലെ, ഐ മീൻ പല പല തിങ്സുകൾക്ക് കൊടുക്കുക. റൈമിംഗ് സ്കീം പറഞ്ഞു കഴിഞ്ഞു. ദെൻ മെറ്റാഫർ ഉണ്ട്, റിഫ്രെയിൻ അല്ലെ 2-3 തവണ ആവർത്തിച്ച് വരുന്നുണ്ട്. അലിട്രേഷൻസ് അല്ലെ, കൺസണൻസ് ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്ത് ഫസ്റ്റ് വരിക. ടാക്ടൈൽ ഫീലിംഗ് അല്ലെ, സിമിലി യൂസ് ചെയ്തിട്ടുണ്ട്. അസോണൻസ്, ഓഡിറ്ററി ഇമേജസ്, കേൾക്കുന്ന ഇമേജസുകൾ, ഇതൊക്കെ നമ്മളിപ്പോ ഓൾറെഡി പോമ് പഠിപ്പിച്ചപ്പോ അതിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പോമ് കാണുമ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ പോമിന്റെ എടുത്ത വീഡിയോ പോയിട്ട് നന്നായിട്ട് ക്ലാസ് നന്നായിട്ട് കാണുക. അതിൽ വ്യക്തമായിട്ട് ഇതെല്ലാം പറയുന്നുണ്ട് കേട്ടോ. Choose the term for the poetic devices from the picture given above. Write them down the appropriate spaces in the table. അല്ലെ, ഇതാ മക്കളെ, നീ അത് പോയി കണ്ടില്ലെങ്കിൽ കൂടെ ഇതാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വൃത്തിയായിട്ട്. അതൊന്നും കൂടെ ഇങ്ങനെ ടേബിളിലായിട്ട് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. നോക്കാം. ഫസ്റ്റ് ഇവിടെ പോയറ്റിക് ഡിവൈസസ് കാണുന്നുണ്ട്, അതിന്റെ ഡെഫിനിഷൻ കാണുന്നുണ്ട്. എന്താണ് ഈ പോയറ്റിക് ഡിവൈസസ്? പോയറ്റിക് ഡിവൈസസിന്റെ ക്ലാസ് നമ്മൾ വ്യക്തമായിട്ട് എടുത്തതാണ്. എന്നിരുന്നാൽ പോലും ഇവിടെ വീണ്ടും അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മുടെ ഈ പോമിൽ നിന്നുള്ള എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പോം കാണുമ്പോഴും ഒന്നും കൂടെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇങ്ങനെയുള്ളതൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ. നോക്കാം. വിഷ്വൽ ഇമേജ് അല്ലെ, എന്താണ് വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ വിഷ്വൽ ഇമേജ്? കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞല്ലോ. അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്, ഇത് കേട്ടോളൂ. ഇൻ ദ ഫോം ഓഫ് ദി ഇമാജിനറി ദ പോയിന്റ് അപ്പീൽസ് ടു റീഡേഴ്സ് സെൻസ് ഓഫ് സൈറ്റ് ബൈ ഡിസ്ക്രൈബിംഗ് സംതിങ് ഗാൽബിസി അല്ലെ. അദ്ദേഹം, പക്ഷെ ഈ പോയറ്റ് റൈറ്റേഴ്സ് ഒക്കെ ഒരു പോം എഴുതുന്ന മുമ്പ് അവരത് ഫീൽ ചെയ്തിട്ടാണ് എഴുതുക. അവർ ചിലപ്പം പോയ സാഹചര്യം, അവർ ചിലപ്പം കാട്ടിലൂടെ യാത്ര പോയിട്ടുണ്ടാവും. ചിലപ്പോൾ അവരൊരു മരത്തിന്റെ ചോട്ടിലിരിക്കുമ്പോൾ അവർക്ക് വന്ന ഫീല്, കാറ്റടിച്ചതും അവർ കണ്ട കാഴ്ചകളൊക്കെ അവർ നേരിട്ട് കണ്ടതാണ് അല്ലെ. അത് എഴുതുമ്പോൾ നമുക്കും അവര് നേരിട്ട് കണ്ട അതേ ഫീലിങ്സ് നമുക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെന്ത് യൂസ് ചെയ്യണം? വിഷ്വൽ ഇമാജിനറി യൂസ് ചെയ്യും. അപ്പൊ അവര് കണ്ട അതേ ഫീലിംഗ് നമുക്കും കാണാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വിഷ്വൽ ഇമേജുകൾ അല്ലെ. സോ നോക്കാം. ഇവിടെ ദ ലോങ്ലി സീ ആൻഡ് ദ സ്കൈ വിഷ്വൽ ഇമേജ് ആണ്. വൈറ്റ് സെയിൽ ഷെയ്ക്ക് ചെയ്യുന്നത്, ഗ്രേ മിസ്റ്റ് ഇൻ ദ സീ സ്പേസിൽ ഇങ്ങനെ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നത്, ഗ്രേ ഡോൺ ബ്രേക്കിംഗ് അല്ലെ, പൊട്ടിപ്പുറപ്പെടുന്ന പ്രഭാതം, ഇതെല്ലാം വിഷ്വൽ ഇമേജ് ആണ്. ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും കവിത പറയുമ്പോൾ കേട്ടോ. ദെൻ ഓഡിറ്ററി ഇമേജ്, ഇതേ പറഞ്ഞ പോലെ തന്നെ റൈറ്റർ കേട്ടതൊക്കെ നമുക്കും കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യണം? ഓഡിറ്ററി ഇമേജ് യൂസ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ കവിത വായിക്കുമ്പോൾ അല്ലെങ്കിൽ കവിത കേൾക്കുമ്പോൾ നമുക്കും അത് പതുക്കെ ഇങ്ങനെ നമ്മുടെ ചെവിയിൽ ഓട്ടോമാറ്റിക്കലി അത് ഫീൽ ചെയ്യും, നമ്മൾ അത് കേൾക്കുന്നത് പോലെ. അതിനാണ് ഓഡിറ്ററി ഇമേജസ് യൂസ് ചെയ്യുന്നത്. നോക്കാം. ദിസ് ഫോം ഓഫ് പോയറ്റിക് ഇമേജറി അപ്പീസ് ദ റീഡേഴ്സ് സെൻസ് ഓഫ് ഹിയറിംഗ് സൗണ്ട് അല്ലെ. ഹിയറിംഗ് സൗണ്ട് കേൾക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നോക്കാം. മിൻസിന്റെ സോങ്സ്, സീകളുടെ കരച്ചിൽ അല്ലെ, കടൽക്കാക്കളുടെ കരച്ചിൽ, മെറി ആൻ ഫ്രം എ ലോഫിംഗ് ഫെലോ അല്ലെ, കൂട്ടുകാരൻ ഇരുന്നിട്ട് തമാശകളൊക്കെ പറയുന്ന കഥകളുടെയൊക്കെ തമാശ പറഞ്ഞ് ചിരിക്കുന്ന ആ ഒരു ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും? കേൾക്കാൻ സാധിക്കും. ദെൻ ടാക്റ്റിൽ അല്ലെ, ടാക്റ്റിൽ ഇമേജസ് എന്നതാണ് സ്കിന്ന് ഫീൽ ചെയ്യുക എന്നൊരർത്ഥത്തിലാട്ടോ. In this form of imaginary, the poet appeals to read the sense of touch by describing something the speaker of the poem feels അല്ലെ. നമ്മുടെ സ്പീക്കർക്ക് എന്തൊക്കെയാണോ ഒരു കാറ്റടിച്ചപ്പോ ഇങ്ങനെ ഒരു ഫീലൊക്കെ വന്നിട്ടുണ്ടാവും, ആ ഫീൽ അതേപോലെ നമുക്കും കിട്ടണം. അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ടാക്ടൈൽ ഇമേജസ്. ദ വീൽസ് കേക്ക്, വീൽസിന്റെ ആ ശബ്ദം അല്ലെ. ദ ഫ്ലൈങ് സ്പ്രേ ആൻഡ് ദ ബ്ലൗൺ സ്പ്ലിൻ അല്ലെ, നുരയും പതയൊക്കെ നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ കടലിലൂടെ ഇങ്ങനെ പോകുമ്പോൾ വന്നിങ്ങനെ അടിക്കുമ്പോൾ ആ ചീറ്റലടിക്കുക എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതേപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ഒരു ഫീലിംഗ് അത് നമുക്കും കിട്ടും. ആൻഡ് വെറ്റഡ് നൈഫ് ലൈക്ക് എ വിൻഡ്, കാറ്റിന്റെ മൂർച്ചയേറിയ കാറ്റ് വന്നിങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, അതും നമുക്ക് ഫീൽ ചെയ്യും. Then again metaphor യൂസ് ചെയ്തിട്ടുണ്ട്. എ ഫിഗർ ഓഫ് സ്പീച്ച് വിച്ച് ടു അൺറിലേറ്റഡ് ഒബ്ജക്റ്റ് ആർ ഡിസ്ക്രൈബ് ചെയ്യുന്ന സെയിം തിങ് അല്ലെ. ഒരു ബന്ധവും ഇല്ലാത്ത രണ്ട് വസ്തുക്കളെ തമ്മിൽ ഒന്ന് പോയിട്ട് അങ്ങ് കമ്പയർ ചെയ്ത് കൊടുക്കുക.
അല്ലെ? ആ രണ്ട് വസ്തുക്കളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല, അവർ തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്യുന്നതിനാണ് മെറ്റാഫർ എന്ന് പറയുന്നത്. ദ വാഗ്രന്റ് ജിപ്സി ലൈഫ്, അല്ലെ? ഇവിടെ എന്ത് കമ്പയർ ചെയ്തിട്ടുണ്ട്? അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നാടോടികളുടെ ലൈഫ് വന്നിട്ട് അദ്ദേഹത്തിന്റെ ലൈഫുമായിട്ട് വന്ന് കമ്പയർ ചെയ്തിട്ടുണ്ട്, അല്ലെ? ഓക്കെ, ദെൻ simile, a figure of speech comparing two unlike things using words like and as, അല്ലെ? ലൈക്കും ആസും പോമിൽ എവിടെയൊക്കെ ഉണ്ടോ അത് സിമിലി ആണ്, അല്ലെ? മെറ്റാഫറും സിമിലിയും സെയിം ആണ്. ഒരു പരിചയമില്ലാത്ത രണ്ട് വസ്തുക്കൾ, ഒരു ബന്ധമില്ലാത്ത രണ്ട് വസ്തുക്കൾ കമ്പയർ ചെയ്യുമ്പോൾ അത് മെറ്റാഫറും സിമിലി ആണ്. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ ഡയറക്റ്റ് പോയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെറ്റാഫറും, ലൈക്കും ആസും യൂസ് ചെയ്ത് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ സിമിലി ആണ്. ക്ലിയർ? ഇവിടെ നോക്കാം, ദ വിൻ ലൈക്സ് എ വെറ്റഡ് നൈഫ്. കാറ്റ് എങ്ങനെയാണ്? മൂർച്ചേറിയ കത്തി പോലെ. കണ്ടോ? ലൈക്ക് ഉണ്ടോ? അപ്പൊ എന്താണ്? സിമിലിയാണ് കേട്ടോ. ദെൻ അലിട്രേഷൻ, റിപ്പീറ്റേഷൻ ഓഫ് an initial consonant sounds that are unsent in each other, അല്ലെ? എന്താണ് മക്കളെ? ഒരു രണ്ടെണ്ണെങ്കിലും മിനിമം വേണം കേട്ടോ. ഒരു ലൈനിൽ രണ്ട് വട്ടെങ്കിലും ഒരു വേർഡിന്റെ തുടക്കത്തിൽ ഒരു കൺസോണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരണം കേട്ടോ. വവൽസ് നിങ്ങൾക്ക് അറിയാം, എ ഐ ഒ യു ആണ്. അതല്ലാത്ത ബാക്കി എല്ലാ ഇംഗ്ലീഷ് ലെറ്റേഴ്സും ആണ് കൺസോണൻസ് പറയുന്നത്. ആ ലെറ്റേഴ്സ് ഒരു വരിയിൽ തുടക്കത്തിൽ ഉള്ള വേർഡ്സുകളുടെ തുടക്കത്തിൽ, നടുവിൽ പറ്റൂല കേട്ടോ. വേർഡ്സുകളുടെ തുടക്കത്തിൽ ഒന്നോ രണ്ടിൽ കൂടുതലോ രണ്ടോ റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിന് അലിട്രേഷൻ എന്ന് പറയും. To the girls way and the whales way where the winds like a whetted knife. വ്യക്തമായിട്ട് കാണാം, W ഒക്കെ ഉണ്ടോ? റിപ്പീറ്റ് ചെയ്ത് വന്നു കണ്ടോ? അതാണ് അലിട്രേഷൻ. ദെൻ അസോണൻസ്. അസോണൻസ് നേരെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? റിപ്പീറ്റേഷൻ ഓഫ് ദ സെയിം സൗണ്ട് ആൻഡ് വവൽ സൗണ്ട് വിത്ത് ദ വേർഡ്സ്, ഫ്രേസ് ആൻഡ് സെന്റൻസ്, അല്ലെ? എ ഐ ഒ യു അറിയുന്ന വവൽസിന്റെ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത്, അല്ല നിങ്ങൾ എ ഐ ഒ എന്ന ലെറ്റർ പോയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കരുത് കേട്ടോ. പക്ഷെ ഇതിന് പ്രത്യേകത ഉണ്ട്. ഇത് എന്താ പറയാ, എല്ലാത്തിന്റെ ഫ്രണ്ടിൽ വേണമെന്നില്ല, ഉള്ളിലൂടെയൊക്കെ വന്നാൽ മതി. വവൽസ് പൊതുവെ അങ്ങനെയാണല്ലോ, ഒരു വേർഡിന്റെ ഒക്കെ അധികവും സെൻട്രലായിട്ടും ഒക്കെ ആണല്ലോ വവൽസ് വരിക. അപ്പൊ വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരണം. അപ്പൊ അതിനെന്ത് പറയും? ദ സെയിൽസ് ഷേക്കിംഗ് പറയുമ്പോ എന്താണ്? സെയിൽസ് ഷേക്കിംഗ് എന്ന് പറയുന്നിടത്ത് എ ഐ സൗണ്ട്, അല്ലെ? ക്വൈറ്റ് സ്ലീപ്പ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് എന്ന് പറയുന്നിടത്ത് ഈ സൗണ്ട് വരും. ഡ്രീം, സ്ലീപ്പ്, സ്വീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ സൗണ്ട്, വവൽസിലുള്ള ഈ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആയല്ലോ? The next, refrain. Refrain എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പീറ്റേഷൻ ഓഫ് വേർഡ്സ്, ഫ്രേസസ് ഓർ ലൈൻസ് ഇൻ ദിസ് പോം, അല്ലെ? ഇതിൽ 3 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നു, എനിക്ക് വീണ്ടും കടലിലോട്ട് തിരിച്ചു പോകണം എന്നുള്ളത്, അല്ലെ? അതിന് തന്നെയാണ് റിഫ്രൈൻ എന്ന് പറയുന്നത് കേട്ടോ. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീ അഗെയിൻ. 3 തവണ നിങ്ങൾക്ക് ആ പോമിൽ കാണാം. ആ ഒരു യൂസിന് റിഫ്രൈൻ എന്നാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാൻ കഴിയുന്നതാണ് കേട്ടോ. ആ പോം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ വേറെ ഏതുവരെ അറിയില്ലെങ്കിലും ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അപ്രിസിയേഷൻ ഒക്കെ വരുമ്പോൾ ഇത് റിഫ്രൈൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആ റിഫ്രൈൻ ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ ആണെന്ന് നിങ്ങൾക്ക് എഴുതി വെച്ച ഉറപ്പാണ് നല്ലൊരു മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്ന പോയട്രി ഡിവൈസുകളൊക്കെ പെട്ടെന്ന് ഓർത്ത് വെക്കാം കേട്ടോ. റൈമിംഗ് സ്കീം പിന്നെ എപ്പോഴും നിർബന്ധമാണ്, അല്ലെ? AABB എന്ന് പറയുന്നതായിരുന്നു റൈമിംഗ് സ്കീം. എ പാറ്റേൺ ഓഫ് റൈം അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് ലൈൻ ഓഫ് ദ പോം സോങ്, അല്ലെ? റൈമിംഗ് സ്കീം അറിയുമെങ്കിൽ അതിന്റെ റൈമിംഗ് വേർഡ്സ് നോക്കിയാൽ മതി, സുഖമായിട്ട് റൈമിംഗ് സ്കീം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും, അല്ലെ? Then personification. എന്താണ് personification നോക്കാം. A literary device that gives a human characters to a non-human animate object, അല്ലെ? മനുഷ്യന്റെ കഴിവുകള് മനുഷ്യരല്ലാത്ത വസ്തുക്കൾക്ക് കൊടുക്കുക, അല്ലെ? മനുഷ്യർ നമ്മൾ പാടും, അല്ലെ? പക്ഷെ കാറ്റ് പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണിഫിക്കേഷൻ ആണ്. കാറ്റ് പാടില്ല, പക്ഷെ നമ്മുടെ കഴിവ് അവർക്ക് കൊടുക്കാണ്, അല്ലെ? കാറ്റ് അലറുന്നു, അല്ലെങ്കിൽ തിരമാലകൾ അലറുന്നു എന്ന് പറയും. തിരമാല അലറാറുണ്ടോ? ഇല്ല, മനുഷ്യരാണ് അലറാറുള്ളത്, അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യാണ്? അവർക്ക് കൊടുക്കാണ്, അല്ലെ? പക്ഷികളുടെ സംസാരം കേട്ടു. പക്ഷികൾ സംസാരിക്കാറുണ്ടോ? ഇല്ല, നമ്മൾ മനുഷ്യരെ പോലെ സംസാരിക്കാറില്ല. സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യരുടെ ക്വാളിറ്റിയാണ്, അല്ലെ? അപ്പൊ അതെന്ത് കൊടുക്കാണ്? അവർക്ക് കൊടുക്കാണ്, അല്ലെ? അങ്ങനെ മരങ്ങൾ ആടി ഉലയുന്നു എന്നൊക്കെ പറയില്ലേ? അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാണ്? മനുഷ്യരുടെ ക്യാരക്ടേഴ്സ് മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പൊ എന്തായി? പേഴ്സണിഫിക്കേഷൻ ആയി. ഓക്കെ, ദെൻ ദ വിൻഡ് സോങ്, കാറ്റിന്റെ പാട്ട്. കോൾ ഓഫ് ദ റണ്ണിങ് ടൈഡ്, ഇതൊക്കെ അലറി വിളിച്ച് ഓടി വരികയാണ് തിരമാലയൊക്കെ. ആ ഓടാനൊക്കെ മനുഷ്യരുടെ കഴിവാണ്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ.
Then activity 5. The central theme of the poem Sea Fever is the speaker's irresistible longing for the sea and the life of the adventure. അറിയാലോ, നമ്മുടെ സീ ഫീവറില് അദ്ദേഹത്തിനോട് കടലിനോടുള്ള അതിയായ ആഗ്രഹവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേണി ആഗ്രഹിക്കപ്പെടുന്ന ഒരു സ്പീക്കറിലേക്ക് നമുക്ക് ഇതിൽ വ്യക്തമായിട്ട് കാണാം. Analyze the appreciation of the poem, focusing on its theme, imaginary and the poetic devices. അല്ലെ, ഇതൊക്കെ വെച്ചിട്ട് നല്ലൊരു അപ്രീസിയേഷൻസ് ഓഫ് ദ പോയം. അല്ലെ, പോയം ആണെങ്കിൽ പിന്നെ ഇത് നിർബന്ധമാണില്ല മക്കളെ, ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എഴുതാം. പോമിന്റെ പേര് എഴുതാ, റൈറ്ററെ കുറിച്ച് 2 ഡയലോഗ് എഴുതാ, അതിന്റെ ഒരു തീം, മെസ്സേജ്, ടോൺ, ഇതൊക്കെ കുറച്ച് അങ്ങ് എഴുതി വെക്കുക. ശേഷം എന്ത് ചെയ്യാ, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസസുകൾ അങ്ങ് നിരത്തി കൊടുക്കുക. അല്ലെ, സിമ്പിൾ അല്ലെ. നോക്കാം. The poem Sea Fever by John Masefield beautifully captured the speaker's intense longing for the sea and life of the sailor. അല്ലെ, അദ്ദേഹത്തിന്റെ ഒരു സെയിലറുടെ ലൈഫും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേണി ഇഷ്ടപ്പെടുന്ന സ്പീക്കറുടെ ആ ഒരു ഇന്റൻസിലെ കടലിലോട്ട് തിരിച്ചു പോകാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹം ഒക്കെ വ്യക്തമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. The poem vividly expressed the speaker's nostalgic wish to return the ocean, portraying sea as the place of the freedom adventures. അല്ലെ, അദ്ദേഹത്തിന്റെ കടലിലോട്ട് തിരിച്ചു പോകാനുള്ള ആഗ്രഹങ്ങളും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആ ജേണിയും ഫ്രീഡം ആഗ്രഹിക്കുന്ന ആ മൈൻഡും ഒക്കെ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. Masefield uses various images to bring to sea to life, allowing readers to feel the wind, hear the seagulls and the sea misty dawn of breaking. അല്ലെ, അത് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമേജസുകൾ എടുത്ത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇത് തന്നെ കൊടുക്കണമെന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ പോമിന്റെ പേര് കൊടുക്കാം. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോമാണ്. അത് സ്പീക്കർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ദെൻ അതിന്റെ ചെറിയൊരു തീം, ഇവിടെ സ്പീക്കറുടെ അഡ്വഞ്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞ ചെറിയൊരു തീം കൊടുക്കുക, എന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതേ ലൈൻസ് തന്നെ കൊടുക്കണം എന്നല്ല, നിങ്ങളെ കൊണ്ട് എങ്ങനെയാണോ സിമ്പിൾ ആയിട്ട് അപ്രിസിയേഷൻ എഴുതാൻ പറ്റുന്നത് അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. ദെൻ ദ തീം ഓഫ് ദ പോം സെന്റർ ഓൺ ദ ഇറസിസ്റ്റബിൾ കോൾ ഓഫ് ദ സീ ആൻഡ് ദ ഹ്യൂമൻ സ്പിരിറ്റ് ഫോർ ദ അഡ്വഞ്ചർ. അല്ലെ, മനുഷ്യന്റെ അഡ്വഞ്ചറസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള മനുഷ്യന്റെ ആ ഒരു ത്വരയൊക്കെ അദ്ദേഹത്തെ കടലിലോട്ട് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയാത്തതൊക്കെയാണ് അതിലൊരു തീമായിട്ട് വരുന്നത്. The passionate and the nostalgic tone of the poem reflect the speaker deep-seated desire to back to the open water, reinforcing title the sea fever. അല്ലെ, അദ്ദേഹത്തിന് കടലിലോട്ട് പോവാനുള്ള അതിയായ ഒരു ആഗ്രഹം, അല്ലെ, ആ വെള്ളത്തോടുള്ള അതിയായ ആഗ്രഹം, ആ ഒരു കറക്റ്റ് ആയിട്ട് ആ ഒരു ടൈറ്റിൽ സീ ഫീവർ എന്ന് പറയുന്നത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അല്ലെ, ദിസ് ടൈറ്റിൽ ആപ്റ്റ്ലി കൺവേ ദ സ്പീക്കേഴ്സ് ഫെവറിഷ് നീഡ് ടു റിട്ടേൺ ടു ദ സീ. അല്ലെ, അങ്ങേയറ്റം അതിയായ അദ്ദേഹത്തിന്റെ ആ ഒരു ജ്വരം പോലത്തെ അദ്ദേഹത്തിന്റെ അതിയായിട്ടുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ കടലിലോട്ട് തിരിച്ചു പോകാനുള്ളത്, അത് വ്യക്തമായിട്ട് ആ സീ ഫീവറിൽ കാണുന്നുണ്ട്. അല്ലെ, നോക്കാം. ആസ് ഇഫ് ഐ ഡ്രൈവ് ബൈ അൺകൺട്രോളബിൾ ഫോഴ്സ്. അല്ലെ, എന്തോ ഒരു അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഫോഴ്സ് വന്നിട്ട് അദ്ദേഹത്തെ പറയുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. നെക്സ്റ്റ്, ദ റിപ്പീറ്റേഷൻ ഓഫ് ദ ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ ക്രിയേറ്റ്സ് എ റിഫ്ലക്ഷൻ എംഫസൈസ് സ്പീക്കേഴ്സ് ലോങ്ങിങ് ഫോർ അഡ്വഞ്ചർ. ദെൻ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന റിഫ്രൈനെ കുറിച്ച് എഴുതുക. റിഫ്രൈൻ എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ് അല്ലേ, അത് അതേപോലെ അതിൽ എഴുതി വെക്കുക കേട്ടോ. ദെൻ ദ യൂസ് ഓഫ് അനർ ഫോർ അലിട്രേഷൻ അസോണൻസ് അലോങ് വിത്ത് ദ കൺസിസ്റ്റന്റ് റൈമിംഗ് വേർഡ്സ് എ ബി ബി എൻഹാൻസ് റൈമിക് ബ്യൂട്ടി ഓഫ് ദ ലൈൻസ്. അല്ലെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ലൊരു റിതമിക് ബ്യൂട്ടി ഇതിന് കൊടുക്കുന്നുണ്ട്. കാരണം അസോണൻസും അതിന്റെ റൈമിംഗ് സ്കീമും അതിൽ യൂസ് ചെയ്തിട്ടുള്ള അസോണൻസ് അലിട്രേഷൻസ് അതൊക്കെ അതിനെ അടിപൊളിയാക്കുന്നുണ്ട് ആ കവിതയെ എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ നോക്കാം. ഓവറോൾ സീ ഫീവർ ഇസ് എ പവർഫുൾ എക്സ്പ്രഷൻ ഓഫ് ദ സ്പീക്കർ ഡീപ്പ് ഡിസയർ ഫോർ ദ സീ. അല്ലെ, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സ്പീക്കറുടെ കടലിലോടുള്ള അതിയായിട്ടുള്ള ആഗ്രഹം വളരെ വ്യക്തമായിട്ട് ഈ ഒരു പോമിൽ നമുക്ക് കാണാൻ സാധിക്കും. brought to life through a Masefield and the masterful use of the poetic devices and imagery. അല്ലെ, അദ്ദേഹം വളരെ പോയറ്റ് ഡിവൈസസും അതുപോലെ തന്നെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള ഇമാജിനുകൾ വെച്ചിട്ട് അദ്ദേഹം വളരെ മനോഹരമായിട്ട് അത് അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹത്തെ, അതിയായിട്ടുള്ള ആഗ്രഹത്തെ, അഡ്വഞ്ചറസ് ആയിട്ട് ജേണിയിലെ കടലിൽ പോയിട്ട് കടലിലോട്ട് തിരിച്ചു പോകാനും കടലിനോടുള്ള അദ്ദേഹത്തിന്റെ ഇന്റൻസിറ്റിയുള്ള ഒരു ഇഷ്ടവും അതുപോലെ അഡ്വഞ്ചറസ് ജേണിയോടുള്ള ഇഷ്ടമൊക്കെ വളരെ വ്യക്തമായിട്ട് പല പല പോയറ്റിക് ഡിവൈസുകളും ഇമേജുകളും യൂസ് ചെയ്തിട്ട് അദ്ദേഹം ഈ ഒരു പോമിലൂടെ കാണിച്ചിട്ടുണ്ട്.
Masfield skillfully uses various poetic devices to enhance the theme of the poem. അല്ലെ, ഒരുപാട് സ്കിൽഫുൾ ആയിട്ട് ഒരു പല പോയറ്റിക് ഡിവൈസും യൂസ് ചെയ്തിട്ട് അദ്ദേഹം ഈ പോമിനെ ഒന്ന് അങ്ങ് പൊക്കി വേറെ ലെവലിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ തീം കേട്ടോ. വിഷ്വൽ ഇമാജിനറീസ് ഏതൊക്കെയാണ് യൂസ് ചെയ്തതെന്ന് പറയാ. ഏതൊക്കെയാണ്? സച്ച് ആസ് ലോങ് സീ ആൻഡ് സ്കൈ, portrayed along the vast and wild ocean beneath the endless sky. ടാക്റ്റിൽ ഇമേജസ് വരുന്നത് വീൽ കിക്കാണ് അല്ലെ. ഓരോന്നും ഞാൻ പറഞ്ഞ അതേപോലെ ആ ഒരു നിങ്ങൾ കണ്ട ആ ഒരു ടേബിളിൽ ഉള്ളത് അതേപോലെ എടുത്ത് എഴുതുക കേട്ടോ. ടാക്റ്റിൽ ഇമേജ് ലൈക്ക് ദ വീൽസ് കിക്ക്, ദ ഫ്ലൈങ് സ്പ്രേ ഓൺ ദ ബ്രോൺസ് സ്പൂൺ, allow the readers to feel the physical sensories seeing ship through the spying water. then അത് പറഞ്ഞതിന് ശേഷം ഓഡിറ്ററി ഇമേജുകൾ എഴുതുക കേട്ടോ. Auditory images such as the seagulls crying add to the vivid experience life of the sea. Then the metaphor ആണ് അടുത്തത് പറഞ്ഞിട്ടുള്ളത്. Metaphor of the vagrant gypsy life compares the speaker's passion for the sea spirited and adventurous life to wandering gypsy lifestyle. Then മെറ്റാഫറിന് ശേഷം നമ്മുടെ ടേബിളിൽ ഉണ്ടായിരുന്ന തന്നെയാണ് സിമിലി വേർ ഇസ് winds like the whetted knife effectively kind the intense sharpness of the wind. Then personifications, as is call of the running tide emphasizes speaker irresistible desire to return to the wildness of the sea. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോയറ്റിക് ഡിവൈസസുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ അപ്രിസിയേഷൻ ഓഫ് ദ പോയം വന്നു കഴിഞ്ഞാൽ കുറച്ച് ജസ്റ്റ് ആ പോമിന്റെ പേരും റൈറ്റർ എഴുതി ചെറിയൊരു തീം, ഒരു 2-3 വരി തീം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. അല്ലെങ്കിൽ 2-3 വരി മെസ്സേജ് നിങ്ങൾക്ക് ആ ചാപ്റ്ററിന് പോമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന ഒരു ഐഡിയ ഉണ്ടാവും, അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോയറ്റിക് ഡിവൈസ് കൊണ്ട് അങ്ങ് നിരത്തി കൊടുത്താൽ മതി. എന്നാൽ തന്നെ അപ്രിസിയേഷൻ പോയാൽ അങ്ങ് വിശാലമായിക്കോളും അല്ലെ. Then Activity 6. Sea Fever by John Masfield is a poem that portrayed sailor's strong desire for the sea and his deep yearning for the adventure. Read the poem Remember the Old Road by Ruskin Bond. Ruskin Bondന്റെ ഒരു പോമായിട്ട് ഈ ഒരു അതേ തീം തന്നെയാണ് അതിൽ വരുന്നത് കേട്ടോ. അപ്പോ നിങ്ങളത് ചെയ്യുക, നിങ്ങളത് സൈറ്റിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോം കിട്ടും കേട്ടോ. അവൈലബിൾ ഓൺ ഓൺലൈൻ. വേർ ദ സ്പീക്കർ അസോസിയേറ്റ് ദ ഓൾഡ് റോഡ് വിത്ത് ദ സെൻസ് ഓഫ് അഡ്വഞ്ചർ ആൻഡ് മെമ്മറീസ് ഓഫ് ഹിസ്. അദ്ദേഹത്തിന്റെ യൂത്തിൽ ആ ഓൾഡ് റോഡിലൂടെ നടന്നിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു ജേണിയും അതിന്റെ ഒരുപാട് മെമ്മറീസും ഒക്കെ അദ്ദേഹത്തിന്റെ യൂത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ് അതിൽ പറയുന്നത്. ഇത് കടൽയാത്രയാണെങ്കിൽ അത് റോഡ് യാത്ര, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേണി തന്നെയാണ് കേട്ടോ. സെയിം തീം തന്നെയാണ് പോകുന്നത്. Compare and contrast the themes and representation of the natural world both the poems അല്ലെ. അത് രണ്ടും തമ്മിലുള്ള നാച്ചുറൽ വേൾഡ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നമ്മൾ മലയാളത്തിലൊക്കെ താരതമ്യക്കുറിപ്പൊക്കെ തയ്യാറാക്കുന്നത് പോലെ കേട്ടോ. ആ 2 പോമും അറിയണം. അതിനാദ്യം നിങ്ങൾ ഈ പോം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഞാനിവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ പോം കൊടുത്തിട്ടില്ല. പോം നിങ്ങൾ സൈറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അവൈലബിൾ ആണ് കേട്ടോ. നോക്കാം. അതിന്റെ ആൻസർ ആണ് സീ ഫീവർ ആൻഡ് റിമെമ്പറൻസ് ഓഫ് ദ ഓൾഡ് റോഡ് കമ്പയറിംഗ് ആൻഡ് കോൺട്രാസ്റ്റ് അല്ലെ. അത് തമ്മിലൊന്ന് കമ്പയർ ചെയ്യാൻ കേട്ടോ. ഇത് രണ്ടും തമ്മില് both poems, 2 പോമും Sea Fever by John Masfield and Remember the Old Road by the Ruskin Bond എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് രണ്ടും. തീം ഓഫ് അഡ്വഞ്ചർ ആൻഡ് ദ ഡീപ്പ് കണക്ഷൻ ടു ദ നാച്ചുറൽ വേൾഡ് ബട്ട് ഇൻ ഡിഫറെന്റ് വേസ്. രണ്ടും തീം എന്താണ്? വളരെ സാഹസികമായിട്ടുള്ള, വളരെ ഡീപ്പ് കണക്ഷൻ ആയിട്ട് വേൾഡിന് സാഹസികമായിട്ടുള്ള യാത്രയും നമ്മുടെ നാച്ചുറൽ പ്രകൃതിയോടുള്ള, മനുഷ്യനും മണ്ണിനോടും പ്രകൃതിയോടുമുള്ള ഒരു ഡീപ്പ് കണക്ഷനും തന്നെയാണ് പറയുന്നത്. പക്ഷെ രണ്ടും പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? ഡിഫറെന്റ് വേയിലൂടെയാണ് രണ്ടും അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലെ. Then in a sea fever the speaker is longing for the sea symbolize desire for freedom and adventurous life അല്ലെ. നമ്മുടെ സീ ഫീവറിൽ സ്പീക്കർ എന്താ യൂസ് ചെയ്തിട്ടുള്ളത്? കടലിനെയാണ് അദ്ദേഹത്തിന്റെ അതിയായ ആഗ്രഹം കാണിക്കാനും ഡിസയർ കാണിക്കാനും ഫ്രീഡം ലൈഫ് കാണിക്കാനും അഡ്വഞ്ചറസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ലൈഫൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കടലാണ്, സീ ആണ് കേട്ടോ. The tone is passionate and nostalgic അല്ലെ. ആ കവിതയുടെ ടോൺ എപ്പോഴും എന്താണ്? നൊസ്റ്റാൾജിക് പാഷനേറ്റ് ആയ ടോണാണ്. വിത്ത് എക്സ്പ്രഷൻ ലൈക്ക് I must go down to the seas again അല്ലെ. The call of the running tide reflect the speaker's intense longing for the wild and unpredictable nature of the sea അല്ലെ. കടലിന്റെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള നാച്ചറും അദ്ദേഹത്തിന്റെ അതിയായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ലൈനുകളാണ് ഇത് കവിതയിൽ. ഓക്കെ. Similarly, remembrance of the old road carries a nostalgic tone as the speaker reflect on the past journeys along a familiar path അല്ലെ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പോമിലും പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു
നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ആ ഒരു എഫക്റ്റും അദ്ദേഹത്തിന്റെ പാസ്റ്റ് ജേണിയിലെ ആ റോഡിലൂടെ പോയിട്ടുള്ള പാസ്റ്റ് ജേണി അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. എക്സ്പ്രഷൻ ലൈക്സ് ദ ഇയേഴ്സ് ഫെൽ അവേ ആൻഡ് ഐ വാസ് എ ബോയ് അഗെയിൻ ഹൈലൈറ്റ് ദ സ്പീക്കർ ഈസ് ലോങ്ങിങ് ഫോർ ദ സിംപ്ലിസിറ്റി എൻജോയ് ദ യൂത്ത്. അല്ലെ, ഒരിക്കൽ കൂടെ അങ്ങോട്ട് മടങ്ങാൻ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ അതിൽ ഇവിടെ തിരിച്ചു മടങ്ങണം എന്ന് പറയുന്ന പോലെ തന്നെ കേട്ടോ. അദ്ദേഹത്തിന്റെ ആ ജോയ്ഫുൾ യൂത്തും അദ്ദേഹത്തിന്റെ ആ സിംപ്ലിസിറ്റി ലൈഫ്, അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ അതിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. വൈൽ ബോത്ത് പോയംസ് സെലിബ്രേറ്റ് ദ നാച്ചുറൽ വേൾഡ് ആൻഡ് ദ സെൻസ് ഓഫ് അഡ്വഞ്ചേഴ്സ്. അല്ലെ, രണ്ട് പോയം നാച്ചുറൽ വേൾഡും അതുപോലെ സെൻസ് ഓഫ് അഡ്വഞ്ചറും എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സീ ഫീവർ emphasize a continuing pursuit of freedom while the remember old road highlight the nostalgia for the past adventures. അല്ലെ, ഇത് കണ്ടിന്യൂ ആയിട്ടുള്ള ഫ്രീഡത്തിനുള്ള പെർസ്യൂയിങ് എംഫസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് nostalgia for the past adventures ആണ്. അല്ലെ, ആൻഡ് എവർ ലാസ്റ്റിംഗ് ബോണ്ട് വിത്ത് നാച്ചർ. അല്ലെ, ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള വളരെ ഡേഞ്ചറസ് അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള സാഹസികമായിട്ടുള്ള മനോഹരമായിട്ടുള്ള യാത്രകളും നിമിഷങ്ങളും അതുപോലെ പ്രകൃതിയുമായിട്ടുള്ള ഒരു ബോണ്ടുമാണ് അതിൽ പറയുന്നത്. ക്ലിയർ? ഇനി ഇതിൽ വരുന്ന ഒരു ആക്ടിവിറ്റി നമുക്ക് പെർഫോം ചെയ്യാനുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ സീ ഫീവർ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരു ജേണി. അല്ലെ, അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായി ആ പോം നന്നായിട്ട് പോമിന്റെ ക്ലാസ് നിങ്ങൾ നന്നായിട്ട് കേൾക്കുക. അതിലുള്ള പോയിറ്റിക് ഡിവൈസുകൾ നന്നായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ അപ്രീസിയേഷൻ എഴുതാൻ കിട്ടും. അപ്പൊ തന്നെ നമ്മുടെ പോമിന്റെ ഒരു വലിയ ഭാരം തീർന്നു കിട്ടും. സോ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.